ഹായ് ഫ്രണ്ട്സ്, PR സ്റ്റഡി ഫോർ മാത്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സസൈസ് 1.6ലേക്ക് കടക്കാം. അതിനു മുൻപ് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നമുക്ക് ഇക്വേഷൻസ് നോക്കാം. a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n എന്നാണ്. a⁻m ഇൻറ്റു a⁻n is equal to a⁻m+n. നെക്സ്റ്റ് a⁻m by a⁻n ഇങ്ങനെ വന്നാൽ a⁻m-n m മൈനസ് n. ഓക്കെ, നെക്സ്റ്റ് a⁻m the whole raised to n ഈ ഫോമിൽ വന്നാൽ a⁻mn. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ വരും a⁻mn. നെക്സ്റ്റ് 1 by a⁻n ഈസ് ഈക്വൽ ടു a⁻n. ഓക്കെ, അല്ലെങ്കിൽ a⁻n എന്ന് വരുന്നത് 1 by a⁻n. ഓക്കെ, അതായത് a⁻² എന്ന് വന്നാൽ നമ്മൾ എന്തെഴുതും? 1 by a² എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് a⁻m ഇൻറ്റു b⁻m. അപ്പോൾ എയും ബിയും ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ എയും ബിയും വന്നാൽ ab the whole raised to m. ഓക്കെ, a⁻−1 എന്താണ്? 1 by a ആണ്. ഓക്കെ, a⁻−2 1 by a². അതുപോലെ a⁻−3 1 by a³ അങ്ങനെ പോകും. ഓക്കെ, ഇതെല്ലാം നന്നായി മനസ്സിലാക്കി വെക്കണം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫസ്റ്റ് 64 raised to 1/2. അപ്പോൾ a⁻1/2 എന്ന് എഴുതിയാൽ മീനിങ് √a ആണ്. അപ്പോൾ നമുക്ക് ഇത് ഏത് മെത്തേഡ് വേണേലും ചെയ്യാവുന്നതാണ്. നമുക്ക് എളുപ്പത്തിന് ചെയ്യാം. 64, അപ്പോൾ 64 നമുക്ക് ആദ്യം 2 കൊണ്ട് നോക്കാം. ഇതിനെ ആദ്യം നമുക്ക് ഘടകങ്ങളാക്കാം. 2 കൊണ്ട് നോക്കാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 32. വീണ്ടും 2 കൊണ്ട് നോക്കുമ്പോൾ 16. വീണ്ടും 2 കൊണ്ട് പറ്റും 8. 2 4 2 2. അപ്പോൾ 1 2 3 4 5 6. 2⁻6 ആണല്ലേ. നമുക്കിവിടെ 2⁻6 എന്ന് കിട്ടി 64. അപ്പോൾ 64ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? 2⁻6 എന്ന് എഴുതാം. ഓക്കെ, 64ൻ്റെ സ്ഥാനത്ത് 2 ഇതുപോലെ ചെയ്ത് നോക്കുക. 2⁻6 എന്ന് എഴുതാം. raised to 1/2. ഓക്കെ, നെക്സ്റ്റ് a⁻m the whole raised to n. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ a⁻mn ആണ്. ഓക്കെ, a⁻m the whole raised to n എന്ന് പറയുന്നത് എന്താണ്? a⁻mn എന്നാണ്. അതുപോലെ ഇത് 2⁻6 the whole raised to 1/2 എന്നാണല്ലേ. ഇതേ ഫോം ആണല്ലോ. അപ്പോൾ എന്ത് വരും? 2 എഴുതുക. ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 6 ഇൻറ്റു 1/2. ഓക്കെ, ഇനി 2ഉം 6ഉം ക്യാൻസൽ ചെയ്യാലോ. 3 എന്ന് വരും. അപ്പോൾ 2⁻3 എന്താണ്? 2⁻3 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8. ആൻസർ 8 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ഇതിനെ 64നെ 2⁻6 എന്ന് എഴുതാം. raised to 1/2. അപ്പോൾ ഇതെന്ത് ഫോമായി? a⁻m the whole raised to n ഫോമായി. അപ്പോൾ ഇത് a⁻mn ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 32 the whole raised to 1/5. ഓക്കെ, നോക്കാം. 32 നമ്മളിവിടെ ഓൾറെഡി ചെയ്തതിൽ നിന്ന് നമുക്ക് കാണാമല്ലേ. 32നെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കൊണ്ട് 16, വീണ്ടും 2 കൊണ്ട് 8, വീണ്ടും 2 കൊണ്ട് 4, അങ്ങനെ 1 2 3 4 5. അപ്പോൾ 2⁻5 ആണ് എന്ത്? 32. ഓക്കെ, 2⁻5 ആണ് 32. അപ്പോൾ ഈ 32ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2⁻5 എന്ന് എഴുതാം. raised to 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് വീണ്ടും a⁻m the whole raised to n ഫോം ആയല്ലോ. അപ്പോൾ a⁻mn. അപ്പോൾ 2⁻5 ഇൻറ്റു 1/5 ഈക്വൽ ടു 5 5 ക്യാൻസൽ എന്ത് വരും? 2 എന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 125 raised to 1/3. ഓക്കെ, 125 ഇതിനെ നമുക്ക് 5 കൊണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2 ഇൻറ്റു 5 10 ആണ്. 5 വരും. പിന്നെ വീണ്ടും 5 കൊണ്ട് നോക്കുമ്പോൾ 5 ഇൻറ്റു 5. ഓക്കെ, 5ൻ്റെ ക്യൂബ് അല്ലേ. 1 2 3. 5 ക്യൂബ് ഈസ് ഈക്വൽ ടു 125. അപ്പോൾ 125ൻ്റെ സ്ഥാനത്ത് നമുക്ക് 5ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. raised to ഇവിടെ എന്തുണ്ട്? 1/3 ഉണ്ട്. വീണ്ടും a⁻m the whole raised to n. അപ്പോൾ a⁻mn
5 ഇൻറ്റു 3 ഇൻറ്റു 1/3 ക്യാൻസലായി പോകുന്നു. ആൻസർ 5. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് വീണ്ടും 9 റൈസ് ടു 3/2. അപ്പം 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 എന്താണ്? 3 ഇൻറ്റു 3 9 ആണല്ലോ. അപ്പോൾ 3 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? 9നെ നമുക്ക് എന്തെഴുതാം? 3 സ്ക്വയർ എന്നെഴുതാം. ദ ഹോൾ റൈസ് ടു ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? 3/2. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഫോമാണ്. അപ്പോൾ എന്ത് വരും? 3 2 ഇൻറ്റു ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് വരും. 3 ഇൻറ്റു 2 ഇൻറ്റു 3/2. ഓക്കെ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഫോമാണ്. അപ്പോൾ എം എൻ എന്ന് വരും അല്ലേ? 2 ഇൻറ്റു 3/2. 2 ക്യാൻസൽ. അപ്പോൾ 3 ക്യൂബ് എന്ന് വരും. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്താണ്? 27. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32 റൈസ് ടു 2/5. അപ്പോൾ 32നെ നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. 32 നമുക്ക് 2 റൈസ് ടു 5 എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 5 ദ ഹോൾ റൈസ് ടു 2/5. 2 റൈസ് ടു ഇവിടെ എന്ത് ചെയ്യും? 5 ഇൻറ്റു 2/5. 5 ക്യാൻസൽ. 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 ആണല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4. എളുപ്പമല്ലേ? വീണ്ടും 16 റൈസ് ടു 3/4. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 2 3 4. അപ്പോൾ 2 റൈസ് ടു 4 ആണ് 16. അപ്പോൾ 16ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു ഇവിടെ എന്താ ഉള്ളത്? 3/4. ഇനി എളുപ്പമല്ലേ? 2 റൈസ് ടു 4 ഇൻറ്റു 3/4. 4 ക്യാൻസൽ. 2 ക്യൂബ്. ഓക്കെ, 2 ക്യൂബ് എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 2 8. ആൻസർ 8. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 125 ദ ഹോൾ റൈസ് ടു -1/3. 125നെ നമുക്ക് എങ്ങനെ എഴുതാം? 5ൻ്റെ ക്യൂബ് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 5ൻ്റെ ക്യൂബ് ദ ഹോൾ റൈസ് ടു ഇവിടെ എന്താ ഉള്ളത്? -1/3. 5 3 ഇൻറ്റു -1/3. 3 ക്യാൻസൽ. നമുക്ക് 1/-1/5 എന്ന് കിട്ടും. ഓക്കെ, സോറി, ഇവിടെ എങ്ങനെയല്ല കിട്ടുന്നത്. 5 റൈസ് ടു -1. ഓക്കെ, ഇവിടെ 5 റൈസ് ടു -1 ആണല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/5 എന്ന് എഴുതാം. ഓക്കെ, 5 റൈസ് ടു -1 അതായത് എ റൈസ് ടു -1 1/a ആണല്ലോ. അതനുസരിച്ച് 5 റൈസ് ടു -1 ഈസ് ഈക്വൽ ടു 1/5. മനസ്സിലായല്ലോ? ഇവിടെ 3 ഇൻറ്റു -1/3. 3 ക്യാൻസൽ. അപ്പോൾ ഇവിടെ -1 ആണുള്ളത്. 5 റൈസ് ടു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു -1 എന്ന് വെച്ചാൽ 1/a ആണ്. അതനുസരിച്ച് 1/5. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തേർഡ് 2 റൈസ് ടു 2/3 ഇൻറ്റു 2 റൈസ് ടു 1/5. ഇത് ഏത് മെത്തേഡാണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ ആണല്ലേ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അപ്പോൾ എ റൈസ് ടു എം പ്ലസ് എൻ ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ എം പ്ലസ് എൻ ഇതാണല്ലോ എമ്മും എന്നും. 2/3 പ്ലസ് 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു ഇവിടെ എൽ സി എം എടുക്കാമല്ലോ. അപ്പോൾ 15 ആണ് എൽ സി എം. അപ്പോൾ മുകളിൽ എന്ത് വരും? 10 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 10 പ്ലസ് 3 13/15. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/3 ക്യൂബ് ദ ഹോൾ റൈസ് ടു 7. ഓക്കെ, 1/3 ക്യൂബ് ദ ഹോൾ റൈസ് ടു 7 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. 1/a റൈസ് ടു n എന്നുള്ളത് എന്താണ്? എ റൈസ് ടു -n ആണല്ലേ? അപ്പോൾ 1/3 ക്യൂബിനെ നമുക്ക് ഇതനുസരിച്ച് ചേഞ്ച് ചെയ്യാമല്ലോ. 1/3 ക്യൂബിനെ ഓക്കെ എങ്ങനെ വരും? 3 റൈസ് ടു -3. ഈ 3 റൈസ് ടു -3 ആണല്ലോ 1/3 ക്യൂബ്. ഓക്കെ, ഹോൾ റൈസ് ടു 7. വീണ്ടും ഇതെന്തായി? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഫോമായി. അപ്പോൾ എ റൈസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ 3 ആണല്ലോ ഇവിടെ. അപ്പോൾ -3 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റൈസ് ടു -3 ഇൻറ്റു 7 എന്ത് കിട്ടും? -21. ഓക്കെ, മനസ്സിലായല്ലോ?
1/3³ ദ ഹോൾ റൈസ് ടു 7 ആണ്. 1/a⁻n എന്ന് പറയുന്നത് a⁻n ആണ്. അതനുസരിച്ച് 3⁻³ എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11⁻²/11⁻⁴. ഇത് ഏത് ഫോമാണ്? a⁻m/a⁻n. a⁻m-n ആണല്ലേ. അപ്പോൾ എയുടെ സ്ഥാനത്ത് 11 ആണ്. അപ്പോൾ എമ്മും എന്നും എന്താണ്? 1/2 - 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും LCM എടുക്കാം. 4 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 റൈസ് ടു 2 - 1 എന്താണ്? 1/4. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7⁻1/2 × 8⁻1/2. ഇതെന്താണ്? a⁻m × b⁻m ഫോം ആണല്ലോ. ഓക്കെ, അപ്പോൾ ab ദ ഹോൾ റൈസ് ടു m. അതുപോലെ 7 × 8 ആണല്ലോ എയും ബിയും. ദ ഹോൾ റൈസ് ടു m എന്ന് പറയുന്നത് 1/2. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 7 × 8 56 ദ ഹോൾ റൈസ് ടു എന്ത് കിട്ടും? 1/2. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതോടെ നമ്മുടെ നമ്പർ സിസ്റ്റം എന്നുള്ള ചാപ്റ്റർ കഴിയുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ തുടങ്ങും. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.